ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് റുമാൽ റൊട്ടിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. റുമാൽ റൊട്ടി അധികം തിക്നെസ് ഇല്ലാതെ തൂവാല പോലെ കുഴഞ്ഞിരിക്കുന്ന ഒരു റൊട്ടിയാണ്. ഇത് രണ്ട് രീതിയിൽ കുക്ക് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. ഒന്ന് ട്രഡീഷണൽ രീതിയിലും പിന്നെ ഉള്ളത് നമുക്ക് ഈസി ആയിട്ട് വീട്ടിലൊക്കെ എപ്പോഴും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയുമാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടി ഇവിടെ 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബേക്കിംഗ് പൗഡർ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് റുമാൽ റൊട്ടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അടുത്തത് ഇതിലേക്ക് ഒരു മുട്ടയുടെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ടയ്ക്ക് പകരമായിട്ട് റുമാൽ റൊട്ടി നമ്മൾ ഫുള്ളായിട്ട് പാലിൽ കുഴച്ചെടുത്താലും മതി. പാലും മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ റുമാൽ റൊട്ടി നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ചുട്ട് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ റൊട്ടി കട്ടിയായി പോവും. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ നെയ്യോ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവിനേക്കാൾ കുറച്ച് സ്റ്റിക്കി ആയിട്ടാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. നല്ല പോലെ തന്നെ ഇത് കുഴച്ചെടുക്കണം. കുഴച്ച് നമ്മൾ നല്ല സോഫ്റ്റായ മാവാക്കി എടുക്കണം. ഇത് ഫസ്റ്റ് നല്ല സ്റ്റിക്കിയായി തോന്നുമെങ്കിലും നമ്മളിത് നല്ല പോലെ കുഴച്ച് കഴിഞ്ഞാൽ നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റുന്ന ഒരു മാവിൻ്റെ പരുവത്തിലായി കിട്ടും. ഇപ്പോൾ ഇവിടെ നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ലേശം ഓയിൽ തടവി നമുക്കിത് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മുടെ പാനിൻ്റെ വലിപ്പത്തിനനുസരിച്ചുള്ള മാവ് ഇതിന്ന് എടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഒന്ന് പരത്തിയതിന് ശേഷം നമ്മുടെ കയ്യിലിട്ടിട്ട് നമുക്കിതൊന്ന് വലിച്ചെടുക്കാം. മൊത്തമായിട്ട് ഇങ്ങനെ പരത്തിയെടുത്താലും മതി. ഇവിടെ ഒരു ചീനച്ചട്ടി ഇതുപോലെ ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത്. ആദ്യം ഇത് നല്ല പോലെ ചൂടാക്കിയെടുക്കണം. ഇത് നല്ല പോലെ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഉപ്പ് വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കാം. നമുക്ക് ചട്ടിയുടെ പുറത്തു നിന്ന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് നമ്മുടെ റൊട്ടി ചുട്ടെടുക്കാം. ഹൈ ഫ്ലെയിമിലാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതുപോലെ ബബിൾസ് വരും. അപ്പോൾ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കാം. അവിടെ ഒന്നായ ശേഷം നമുക്കിത് പെട്ടെന്ന് തന്നെ ചട്ടിയിൽ നിന്ന് മാറ്റണം. പെട്ടെന്ന് തന്നെ എല്ലാം ചുട്ടെടുക്കണം. കൂടുതൽ സമയം നമ്മളിത് ചട്ടിയിൽ വെക്കാൻ പാടില്ല. ചുട്ടെടുത്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഇത് നമ്മളൊരു കാസറോളിലാക്കി മാറ്റി വെക്കാം. എല്ലാം പരത്തി വെച്ച് ചുടുന്നതിലേറെ നല്ലത് ഓരോന്ന് പരത്തിയിട്ട് അപ്പോൾ ചുട്ടെടുക്കുന്നതാണ്. ഇനി ഒന്നുകൂടി ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് കാണിക്കാം. ഇവിടെ മാവ് ഒരേ വലിപ്പത്തിലുള്ള 2 ബോളാക്കി എടുത്തിട്ടുണ്ട്. രണ്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അരിപ്പൊടി ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് തൂക്കി കൊടുക്കണം. അരിപ്പൊടി തന്നെ എടുക്കണം, എങ്കിലേ നമുക്കിത് വിചാരിച്ച പോലെ കിട്ടുകയുള്ളൂ. ഇനി രണ്ടിൻ്റെയും അരിപ്പൊടിയാക്കിയ ഭാഗം ഉണ്ടല്ലോ, അത് രണ്ടും നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി മൈദപ്പൊടി യൂസ് ചെയ്ത് നമുക്കിത് പരത്തിയെടുക്കാം. അത്യാവശ്യം നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഒരു ചപ്പാത്തിയുടെ തിക്നെസ്സിലാണ് നമ്മളിത് രണ്ടും കൂടി പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നല്ല പോലെ ചൂടായ പാനിൽ ഹൈ ഫ്ലെയിമിലാണ് ഇത് ചൂടാക്കിയെടുത്തിട്ടുള്ളത്. ഇതിലിട്ടിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. ഇതുപോലെ ബബിൾസ് വരുമ്പോൾ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കാം. മറു സൈഡും ഇതുപോലെ നായിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഇനി നമുക്കിത് 2 റൊട്ടിയാക്കി എടുക്കാം. ഇപ്പോൾ നമുക്ക് നല്ല തിന്നായിട്ടുള്ള റൊട്ടി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഈ മെത്തേഡ് ചെയ്യാനാണ് നമുക്ക് കുറച്ചുകൂടി ഈസി. ഒരുവിധം എല്ലാവർക്കും റുമാൽ റൊട്ടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വീട്ടിൽ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ. വീണ്ടും പുതിയ റെസിപ്പിയുമായി വരാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.